എല്ലാവർക്കും marz Android YouTube ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഈസിയായി നമ്മുടെ ഫോണിൽ BGM ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ എവി പ്ലെയർ എന്നായിരുന്നു ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷനിൽ എക്സ്പേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് കൂടുതൽ പേരും പരാതി പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഈസിയായി തന്നെ BGM ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ സൈഡിലായി ഒരു മെനു ബാർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്ലേ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള സോങ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് മുകളിലായി കാണാം പ്രീ കമ്പ്യൂട്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. പ്രീ കമ്പ്യൂട്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ലോഡിംഗ് ആകുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ഇത് 100% അതായത് 100% ആയ ശേഷമാണ് നിങ്ങൾക്ക് BGM ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇതുപോലെ നിങ്ങൾ കാണാം ഇപ്പോൾ 28-29% ആയിട്ടുണ്ട്. ഇനി നമുക്ക് 100% ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇതൊരു പെയ്ഡ് വെർഷനാണ്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്രീ ആയി ലഭിക്കുന്നതാണ്. ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ 100% ആയത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ BGM വന്നതായി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി BGMൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് BGM അതുപോലെ തന്നെ ഓഡിയോ സ്പെക്ട്രത്തിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതായത് സൈഡിൽ കാണുന്ന ആ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് എന്ന് കാണാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക ബാക്ക്ഗ്രൗണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ മാറിയതായി കാണാൻ സാധിക്കും. ഇനി BGMൻ്റെ ഉള്ളിൽ എങ്ങനെ നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ നിങ്ങൾ കാണാം കസ്റ്റമൈസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് പിക്ക് ഓർ ലോഗോ എന്ന് കാണാം. പിക്ക് കസ്റ്റം ലോഗോ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ BGM എങ്ങനെ നമുക്ക് സേവ് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്താൽ ഒട്ടനവധി BGMൻ്റെ സ്റ്റൈലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് വീഡിയോ സേവ് ചെയ്യാൻ നോക്കാം. സേവ് ആസ് വീഡിയോ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ക്വാളിറ്റി 720p എന്ന് കാണാം. ശേഷം എക്സ്പേർട്ട് ടു വീഡിയോ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.